ചെറുപട്ടണത്തിലെ സംരംഭകർ സർ, സുൽത്താൻ ബത്തേരിയിലെ ഓൺയു, ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ടെക്ജൻഷ്യ, അരീക്കോട് നിന്നുള്ള ഇൻ്റർവെൽ, ചാലക്കുടിയിലെ ജോബൻ ആൻഡ് ജിസ്മി തുടങ്ങി കേരളത്തിലെ ഗ്രാമീണ മേഖലകളിലും ചെറുപട്ടണങ്ങളിലും വിജയകരമായി പ്രവർത്തിക്കുന്ന IT കമ്പനികൾ കേരളത്തിൽ നിരവധിയുണ്ട്. സർ, അതോടൊപ്പം മെഡിക്കൽ ഉപകരണങ്ങളും മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സംരംഭകരുടെ എണ്ണവും വർദ്ധിക്കുന്നു. പാലക്കാട്ടെ ജയോൺ ഇംപ്ലാന്റ്സ്, KV സർജിക്കൽസ്, മാങ്ങാട്ടുപറമ്പിലെ പാപ്പുവാൻ ഗ്ലോബൽ, മാവേലിക്കരയിലെ ബിയോണ്ട് സ്നാക്സ് ഇവയെല്ലാം കേരളത്തിലെ നവസംരംഭകരുടെ നേർക്കാഴ്ചയാണ്. ഇതുപോലെ എടുത്തു പറയാവുന്ന നിരവധി സംരംഭകർ കേരളത്തിലുണ്ട്. സർ, പ്രശസ്ത IT കമ്പനിയായ സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കരയിൽ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചു. 250 പേർക്ക് തൊഴിലെടുക്കാവുന്ന അവരുടെ IT പാർക്ക് 2025 ഏപ്രിൽ മാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സർ, കേരളത്തിലെ ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും IT അനുബന്ധ വ്യവസായങ്ങൾ വിജയകരമായി നടന്നു വരുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. എക്സ്പാൻഡ് യുവർ ഓഫീസ് EO. സർ, സ്വന്തമായി ഭൂമി കൈവശമുള്ളതും 100-ൽ കൂടുതൽ പേർക്ക് തൊഴിലവസരം നൽകാൻ കഴിയുന്നതും ചുരുങ്ങിയത് 3 വർഷമെങ്കിലും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നതുമായ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ MSME സ്ഥാപകന് സ്വന്തം ഭൂമിയിൽ കോവർക്കിംഗ് സ്പേസുകൾ നിർമ്മിക്കാൻ സർക്കാർ 10 കോടി രൂപ വരെ 5% പലിശയിൽ വായ്പ നൽകും. ഇങ്ങനെ സ്ഥാപിക്കുന്ന കോവർക്കിംഗ് സ്പേസുകളുടെ 90%വും 2 വർഷങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ചു തുടങ്ങുകയും ആനുപാതികമായ തൊഴിലുകൾ സൃഷ്ടിക്കുകയും ചെയ്താൽ പലിശയുടെ ഒരു ഭാഗം കൂടി ഇളവ് ചെയ്തു കൊടുക്കും. ഈ പദ്ധതിയുടെ പലിശ ഇളവിനായി ഈ വർഷം KFCക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു.